കൊച്ചേട്ടൻ്റെ കത്ത്. അമ്മ പൊന്നമ്മ എല്ലമ്മ തങ്കമ്മ. പ്രിയ DCL കൂട്ടുകാരെ, 2026 ജൂലൈ 19 ന്യൂയോർക്ക് സിറ്റിയിലെ ന്യൂജേഴ്സി സ്റ്റേഡിയം ഇളകി മറിയുകയാണ്. അർജന്റീനയെ 1 ഗോളിന് തോൽപ്പിച്ച സ്പെയിൻ ഫിഫ ലോകകപ്പ് വിജയം നേടിയ നിമിഷം സ്പെയിന് ടീമിൻ്റെയും ആരാധകരുടെയും വിജയം നോക്കുകയും അർജന്റീന മെസ്സി ഫാൻസിൻ്റെയും അർത്ഥനാദങ്ങൾക്കുമിടയിലൂടെ തനിക്ക് കിട്ടിയ സ്വർണ്ണ മെഡൽ കയ്യിലുയർത്തി ഗാലറിയിലേക്ക് നോക്കിക്കൊണ്ട് ഗ്രൗണ്ടിൻ്റെ അരികിലൂടെ ഒരാൾ ഓടുകയാണ്. അയാളുടെ പേരാണ് നിക്കോ വില്യംസ്. ആഫ്രിക്കയിൽ വംശജനായ സ്പാനിഷ് ഫുട്ബോൾ ടീം അംഗമാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 12-ന് 24-ാം പിറന്നാൾ ആഘോഷിച്ചൻ മകനെ എന്ന വിളിയുമായി ഗാലറിയിൽ നിന്നും ഇരുകൈകളും നീട്ടി നിന്ന മരിയ അർത്തർ എന്ന അവൻ്റെ അമ്മയെ കണ്ടെത്തും. ഇറങ്ങണിഞ്ഞ മിഴികളോടെ നിക്കോ തൻ്റെ മെഡൽ അമ്മയുടെ കഴുത്തിൽ ചാർത്തി. ചുറ്റും പൊതിഞ്ഞ ചാനലുകൾ അവൻ പറഞ്ഞു, കളിക്കളത്തിൽ എനിക്ക് വളരെ വേഗത്തിൽ ഓടാൻ കഴിയും. എന്നാൽ എനിക്ക് എൻ്റെ അമ്മയോളം വേഗത്തിൽ ഓടാനാവില്ല. കാരണം ജന്മനാടായ ആഫ്രിക്കയിലെ ഗാനയിൽ നിന്ന് രക്ഷപ്പെട്ട സഹറ മരുഭൂമി താണ്ടിയാണ് അമ്മയും അച്ഛനും സ്പെയിനിലെത്തിയത്. അതിനാൽ എൻ്റെ അമ്മയ്ക്കാണ് ഈ മെഡൽ എന്നെക്കാളും അർഹത. പ്രിയ കൂട്ടുകാരെ, ലോക കോരി തിരിച്ചു നിന്ന അനുപമ നിമിഷമാണിത്. നിക്കോ പറഞ്ഞത് സത്യമാണ്. വെറും 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ ഗാനയിൽ നിന്നും അഭയാത്രകളായി സഹറ മരുഭൂമി കാൽനടയായി നടന്ന സ്പെയിനിലെത്തിയ ഫെലിക്സും വില്യംസിൻ്റെയും മരിയ ആർത്തറിൻ്റെയും മക്കളാണ് സ്പെയിനിൽ നാഷണൽ ഫുട്ബോൾ ടീം അംഗങ്ങളായ നിക്കോ വില്യംസും. നിക്കോയുടെ കഥ കേട്ടപ്പോൾ ഗാനയിൽ നിന്നും സഹറ മരുഭൂമി വഴി സ്പെയിനിലെത്തിനുള്ള ദൂരം ഗൂഗിൾ മാപ്പിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കി. 5800 മുതൽ 6000 കിലോമീറ്റർ ദൂരമാണ് മാതാപിതാക്കൾ നടന്നത്. കാൽനടയായി നടന്നാൽ ഏകദേശം 130 മുതൽ 150 ദിവസങ്ങൾ നിർത്താതെ നടക്കണം. ഈ ദൂരം പൂർത്തിയാവാൻ ഒരുപക്ഷെ അവർ ഗാനയിൽ നിന്നും അൾജീരിയയിലൂടെ സഹറ കടന്ന് ഓർണിയിൽ നിന്ന് കപ്പൽ കയറി അലിക്കൻ്റെ തീരത്തിറങ്ങി ആഗോസ്റ്റിലൂടെ സ്പെയിനിലെത്തിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ വെസ്റ്റ് സഹറ വഴി നടന്ന് മൊറോക്കോ കടന്ന് ജിബ്രാൾട്ടർ കടലിലൂടെ സ്പെയിനിലെത്തിയിട്ടുണ്ടാകും. കൂട്ടുകാരെ, നിങ്ങളുടെ ഇന്നലേക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ നടന്നു തീർന്നത് ഇന്നലേക്കൾ എത്രയെന്ന് എത്ര പേർക്കറിയാം? എൻ്റെ മാതാപിതാക്കളും നിങ്ങളുടെ മാതാപിതാക്കളും ജീവിതത്തിൽ നിരവധി സഹറ മരുഭൂമി യാത്ര നടത്തിയിട്ടുണ്ട്. വരാൻ തീർച്ച. ആഫ്രിക്കയിലെ സഹറ മരുഭൂമിയിൽ പകൽ പലപ്പോഴും 60 ഡിഗ്രി ചൂട് ചുട്ടുപൊള്ളുന്ന മണൽപ്പരിലൂടെ കൊടിയ വിശപ്പും ദാഹവും സഹിച്ച് എത്തിച്ചേരുന്ന കാൽനടത്തിൽ തേനും പാലും ഒഴിക്കണമെന്ന് ഓരോ കിടപ്പിലും പ്രാർത്ഥിച്ച് വിയർത്തൊലിച്ച് നടന്നത് നിക്കോയുടെ മാതാപിതാക്കൾ മാത്രമല്ല, നമ്മുടെയും മാതാപിതാക്കളാണ്. കടബാധ്യതകൾക്കും രോഗയുടെയും പരാജയഭീതിയും ജീവിത ബാണങ്ങളുമായി ജീവിതത്തിൻ്റെ സഹറ താണ്ടുന്ന നമ്മുടെ മാതാപിതാക്കളും ഈ ജീവിതയാത്രയിൽ സ്നേഹത്തിൻ്റെ തേനുവിരികളും സത്യസന്ധതയുടെ വേണ്ടമേഘങ്ങളും വിശ്വാസ്യതയുടെ
ദീപസ്തം ഭാങ്ങളുമാകാൻ മക്കളായ നമുക്ക് കഴിയണം. അവരുടെ അധ്വാനത്തിൻ്റെ അളവറിയണം. അവർക്കു നമുക്കായി താണ്ടി സഹറാകളുടെ ദൂരമറിയണം. എന്നാൽ തൻ്റെ പൊന്നായ അമ്മയോളം വരില്ല ഈ പൊന്നിൻ്റെ മെഡല് എന്നു തീർച്ച അറിഞ്ഞ് നിക്കോയെപ്പോലെ നമ്മുടെയും കഠിന അധ്വാനത്തിൻ്റെയും സ്ഥിര പരിശ്രമത്തിൻ്റെയും വേർപ്പു തുളിച്ച് ജീവിതമാകുന്ന മെഡലുയർത്തി നമുക്ക് പറയാൻ കഴിയും, അമ്മ പൊന്നമ്മയല്ലമ്മേ തങ്കമ്മയാണ്. തനിക്ക് കൊണ്ടെൻ്റെ ഹൃദയത്തിൽ പതിഷ്ടം എൻ്റെ തങ്കമ്മ. സ്നേഹ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.